ട്രോയ് ചായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിന്റെ ചൂട് പിടിച്ച് ഷാഫി പറമ്പിലിനെയും കൂടെ കൈകാര്യം ചെയ്യാനാണോ CPM ശ്രമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൈങ്കിളി കഥകളും പഞ്ചാര കഥകളും കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആരോപണങ്ങൾ, ഈ വൃത്തികെട്ട ലൈംഗിക ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. അവിടെ ഇത് കണ്ടു, മറ്റേത് കണ്ടു, മറിച്ചത് കണ്ടു, അവിടെ വീഡിയോ ഉണ്ട്, ഇവിടെ വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതിനകത്ത് ആരാണ് മോശക്കാരെന്നോ ആരാണ് മെച്ചപ്പെട്ടവനെന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പം ഈ CPM ആണ് ഇത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്നത്. കാരണം അവരുടെ പാർട്ടിയുടെ നെറ്റ്വർക്ക് അങ്ങനെയാണ്. ഇത് നമ്മൾ സമാനമായ രീതിയിൽ കണ്ടതാണ്. അബ്ദുള്ളക്കുട്ടി CPM വിട്ടിട്ട് കോൺഗ്രസ്സിൽ വന്ന കാലത്ത് MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് പൊന്മുടിയിലേക്ക് എങ്ങാണ്ട് ആരുടെ ഒരാളുടെ വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത്, ഒരു ഹമ്മർ കാറിനകത്ത്, ജീപ്പിനകത്ത് പോകുന്ന സമയത്ത് വഴി വെച്ച് തടഞ്ഞു, കൂടെ പെണ്ണുകൊണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകിലുണ്ടാക്കി. അത് നിയമസഭയിൽ കൊടിയേരിയൊക്കെ ഉൾപ്പെടെയുള്ളവർ അത് കൊണ്ടുവന്ന് അയാളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ കോലാഹലം ഉണ്ടാക്കിയ അനുസരിച്ച് അതിന് യാതൊരു തെളിവോ ഒന്നും നിരത്താനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പം ഒരു കാര്യം നമ്മൾ സന്ദേശ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മറ്റേ എതിർ പാർട്ടിയിലുള്ളവരെ ഗർഭക്കേസിൽപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രം വളരെ ഫലപ്രദമായ രീതിയിൽ തെരഞ്ഞെടുപ്പോട് അടുത്തപ്പോഴത്തേക്ക് CPM ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഷാഫിയോടുള്ളൊരു ദേഷ്യം എന്ന് പറയുന്നത്, ഷാഫി ഉത്തര മലബാറിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കിയ, വലിയ തോതിൽ ആൾക്കാരുടെ ഇടയിൽ ഇഷ്ടപ്പെടുന്ന, ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു സ്വാധീനമുള്ള ഒരാളായിട്ട് ഉയർന്നു വരും. പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു സമീപകാലത്തെങ്കിലും കോൺഗ്രസ്സിന് ആര്യാട് മുഹമ്മദ് അല്ലെങ്കിൽ MI ഷാനവാസൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് നേതൃരംഗത്തേക്ക് വരികയും വലിയ തോതിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനവും ഒക്കെ ഉണ്ടാക്കി ഒരു ട്രെൻഡൊക്കെ ആയി മാറിയൊരു ഒരു നേതാവാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. പ്രത്യേകിച്ച് CPMന് ഷാഫിയോട് തീർത്താ പകയുണ്ട്. പിന്നെ ഈ അഖിലേന്ത്യാ തലത്തിൽ പോലും അറിയപ്പെട്ട KK ശൈലജ ടീച്ചറിനെ വലിയ ഭൂരിപക്ഷത്തിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോപ്പിച്ച ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു റെക്കോർഡ് ഒക്കെ ഷാഫിക്ക് വലിയൊരു സ്വീകാര്യത കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിലും കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഒക്കെ തന്നെ ഉണ്ട്. ഷാഫിയുടെ വളർച്ച വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും ഷാഫി പാർലമെൻറ്റിൽ നന്നായിട്ട് സംസാരിക്കുന്നു, പല വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ഒരു ന്യൂനപക്ഷ മുഖമായിട്ട് തന്നെ ദേശീയ തലത്തിൽ പോലും അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഇവിടെയും അതേപോലെ തന്നെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഷാഫി രാഹുൽ ഈ കൂട്ടുകെട്ടിനെ പൊളിക്കുകയും അവരെ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ വെറും പെണ്ണുമടിയന്മാരാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമമുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ സുരേഷ് ബാബു പറഞ്ഞത്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടിലും ഭീകരനാണ് ഇദ്ദേഹം എന്നുള്ള മട്ടിലാണ്. ആരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ബാംഗ്ലൂർ പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതിനകത്ത് വാസ്തവം എന്തും മാത്രമുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? 1-2 ചാറ്റിൻ്റെ പേരിലാണോ? വെറും ചാറ്റ് കൊണ്ട് ഒരാളെ ഇപ്പം ഒരാളെ മാനസികമായും രാഷ്ട്രീയമായും എല്ലാ തരത്തിലും തകർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഫലപ്രദമായ രീതിയിൽ പാർട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുണ്ടാക്കാവുന്ന ഒരു സാമൂഹികമായ ഒരു ഒറ്റപ്പെടലും ഒക്കെ ഉണ്ട്. അപ്പം രാഹുലിന് കിട്ടിയതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട ഒരു ആനുകൂല്യം ഷാഫിക്ക് കിട്ടാനാണ് സാധ്യത. കാരണം ഷാഫിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. രാഹുൽ അതിന് പിന്നെ ഇപ്പോൾ തെളിവോ അല്ലെങ്കിൽ പരാതിക്കാരോ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഒരു സ്വീകാര്യതയും വിശ്വാസ്യതയും ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട്. ഇതെൻ്റെ ശബ്ദമല്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല, എനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെറ്റെന്ന് പറഞ്ഞിട്ടില്ല, അതിനൊരു മാനനഷ്ട കേസ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. രാഹുലിൻ്റെ ഒരു മെൻറ്ററായി തന്നെ പ്രവർത്തിച്ച ഷാഫിയെ കൂടി പ്രതിസ്ഥാനത്തേക്ക് ആക്കാനുള്ള ഒരു കാരണവും അത് തന്നെയല്ലേ? രണ്ടുപേര് തമ്മിൽ കൂട്ടുകെട്ടുണ്ട്. ഒരാൾ ഒരു ക്രൈമിനകത്ത് പെട്ടതുകൊണ്ട് മറ്റൊരാളെ പെടുത്തണമെന്നില്ല, മറ്റൊരാളും അതിനകത്ത് ഭാഗമാകണമെന്നില്ല. പക്ഷേ CPM ശ്രമിക്കുന്ന അതിനാണ്. ഞാൻ പറഞ്ഞത്, അവർ രാഹുലിനെക്കാട്ടിലും ഭയപ്പെടുന്നത് ഷാഫിക്കുള്ള പൊതുമധ്യത്തിലുള്ള സ്വീകാര്യത, അത് തകർക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ CPMനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ CPMന് കിട്ടിയ വലിയൊരു ക്ഷതമാണ് ശൈലജ ടീച്ചറിൻ്റെ ഇത്ര ഭീകരമായ തോൽവി. അവർ 18 അടവും പറ്റി പല ഇതുപോലുള്ള കാഫർ റീൽസും മറ്റേതുമൊക്കെ ഇറക്കി CPM തെരഞ്ഞെടുപ്പിന് എല്ലാത്തരം തന്ത്രങ്ങളും ഉപയോഗിക്കില്ല. അതെല്ലാം ഉപയോഗിച്ചിട്ട് പോലും ഈ ഷാഫിയെ തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ അമ്പരപ്പിക്കുന്നത്. കാരണം മലബാറിൽ
ഷാഫിയോട് കിടപിടിക്കുന്ന തരത്തിലുള്ളൊരു ചെറുപ്പക്കാരനായ CPM നേതാവ് ഇന്നിപ്പോൾ മലബാറിലില്ല. അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു CPMന് അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവുമില്ല. കാരണം ഈ ചെറുപ്പക്കാരൻ്റെ സ്വീകാര്യത അത്രമേലുണ്ട് എന്നുള്ളത് വെളിവാക്കിയത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠപ്പെടുന്നതാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ 45-46 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഇയാൾക്ക് ചുറ്റും കറങ്ങും എന്നുള്ളൊരു ഭയം പാർട്ടി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആവാം ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുമായി വരുന്നതും. തന്നെ ഇപ്പോൾ രാഹുൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് രാഹുലിൻ്റെ മെൻഡർ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഷാഫി ഇതിലേക്ക് കൊടുക്കാൻ എളുപ്പമാണ്. പറഞ്ഞാൽ 10 പേരെങ്കിലും പറഞ്ഞാൽ ഇവന്മാർ രണ്ടും കൂടെ ചേർന്നാണ് ഈ കൂട്ടുകച്ചവടം നടത്തുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ട്. പക്ഷേ ഇവർ കരുതുന്നതിനൊക്കെ അപ്പുറത്തായിട്ടുള്ളൊരു രാഷ്ട്രീയ വളർച്ച ഷാഫിക്കുണ്ട്. അതൊക്കെ തന്നെ CPMനെ നോട്ടപ്പുള്ളിയാവാം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തത്വദീക്ഷയില്ലാതെ എതിരാളികളെ എന്ത് അടവും പയറ്റി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അവരെ വ്യക്തി ഹത്യ ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ലാത്ത പാർട്ടിയാണ് നമുക്ക് മുന്നിൽ. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഈ PJ കുര്യനെതിരെ ഈ ഇരയാക്കപ്പെട്ടവരുടെ പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ പോലും പോലീസ് തന്നെ 3 വട്ടം കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് പ്രതി ചേർക്കാൻ കുറ്റമില്ല എന്ന് കണ്ടെത്തിയ PJ കുര്യനെ എത്ര വർഷമാണ് CPM വേട്ടയാടിക്കൊണ്ടിരുന്നത്? ഈ ഏറ്റവും ഒടുവിൽ 2013 സുപ്രീം കോടതിയുടെ വിധി വന്ന്, അതായത് വീണ്ടും പ്രതികൾ വിചാരണ നേരിടുന്ന ആ സമയത്ത് പോലും വേട്ടയാടലായിരുന്നു. അപ്പോൾ അത് നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞ് പെണ്ണുപിടിയനാന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിനിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ള എല്ലാവരും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കേരള രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കാൻ പോകുന്നത്? ഇതേപോലുള്ള ചെളിവാരി ഏറിയൽ എത്ര കുടുംബങ്ങളെയാണ് നിങ്ങൾ ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ട് തകർക്കപ്പെടാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ വരുന്നതുകൊണ്ട് തന്നെയാണ് പല ഇരകളും മുന്നോട്ട് വന്ന് പോലീസിൻ്റെ മുമ്പിൽ വന്ന് പരാതിപ്പെടാനോ തെളിവുകൾ ഹാജരാക്കാനോ തയ്യാറാകത്തിൻ്റെ ഒരു കാരണം ഇത് തന്നെ. ഈ രാഷ്ട്രീയം, അമിതമായ രാഷ്ട്രീയക്കാരുടെ ഇടപെടലും ഇതിനെ ആ തരത്തിലേക്ക് പൈങ്കിളിവൽക്കരിക്കപ്പെടുകയും ഇരകൾക്ക് നീതി കിട്ടണമെന്ന് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഈ ലൈംഗിക ചൂഷണത്തിന് വിധേയമായ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ നീതി കിട്ടണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും താല്പര്യമില്ല. കാരണം അവർക്ക് തൽക്കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയം എതിരാളിയെ അവമാനിച്ച് നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഇവർക്ക് യാതൊരു അജണ്ടയില്ല. ഇപ്പോൾ ഈ കണ്ടിടത്തോളം ഈ സുരേഷ് ബാബുവിൻ്റെ ഷാഫിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് വലിയ അടിസ്ഥാനം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഒരു ഇര മുന്നോട്ട് വന്ന് പറയാത്ത കാലത്തോളം ആരെങ്കിലും അവിടെ ഇവിടെ ഒരു ചാറ്റിൻ്റെ അറ്റവും മൂലയും കാണിച്ചതുകൊണ്ട് ഒരു ആരോപണം നിലനിൽക്കുകയോ ഇല്ലയോ എന്നുള്ള വെറുതെ പൊതുസമൂഹത്തിൽ അവരെ അപമാനിച്ച് നിർത്താൻ പറ്റും. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഈ നിയമ നടപടികളിലേക്ക് ഇവരാരും കടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണല്ലോ അത്. കാരണം രാഹുൽ കടക്കുന്നില്ല, ഷാഫി ആലോചിക്കട്ടെ എന്ന് പറയുന്നു. സുരേഷ് ബാബു പറയുന്ന ഷാഫി നിയമ നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ നേരിടാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നിയമ നടപടികളിലേക്ക് പോകുന്നതിന് ഒരു ആത്മവിശ്വാസം അല്ല, അതിനകത്ത് ആത്മവിശ്വാസം ഇപ്പം സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ, സുരേഷ് ബാബു എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് ഒരു ആരോപണം ഉന്നയിച്ചില്ല. അയാൾ പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്, ഈ ഹെഡ് മാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തുവാണ് അതിനകത്തൊരു ഒരു ആരോപണത്തിൻ്റെ ഒരു അടിസ്ഥാനവും ഇല്ല. അല്ലെങ്കിൽ ഇന്ന സ്ത്രീയെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തെന്നോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തെന്നോ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയാണ് നിയമ നടപടിയുടെ പ്രസക്തി വരുന്നത്? തെളിവുകൾ ഹാജരാക്കി മുന്നോട്ട് വരുന്ന ഒരു ആരോപണം വരുമ്പോഴല്ലേ നിയമ നടപടിയിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അതില്ല നിലവിൽ. ഇപ്പം അത് പറയേണ്ടത് ആരോപണം ഉന്നയിക്കുന്നവരാണ്. ആരോപണം ഇന്ന സ്ത്രീയെ കൊണ്ടുപോയി അപമാനിച്ചു അല്ലെങ്കിൽ ഇന്നവരോട് ലൈംഗിക ചൂഷണം നടത്താനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുമ്പോഴാണല്ലോ അതിനൊരു പ്രസക്തി വരുന്നത്. അങ്ങനെയുള്ളതൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങൾ എന്തായിരിക്കും? പക്ഷേ കണ്ടിടത്തോളം ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളായി നിൽക്കുകയാണ്. കാരണം ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി എത്ര അപമാനത്തിന് ഇടയായാലും സ്ത്രീകൾ മുന്നോട്ട് വരാൻ തയ്യാറാവത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഈ അമിതമായ ഇതിനെ ഈ തരത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഇരയെ വേട്ടയാടുകയും ചെയ്യുന്നത്. അവർക്കല്ലാതെ എന്താണ് ഞാനതാ പറഞ്ഞത്, ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനും താല്പര്യമില്ല. ഇത് അപമാനിച്ച് അവരെ നിശബ്ദരാക്കി പറഞ്ഞു വിടുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ കണ്ടത്. കേരളത്തിലെ ഈ വലിയ കൊട്ടുഘോഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേസിനകത്ത് കൃത്യമായി ഒരു ഇരകൾക്ക് നീതി ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ. പോലീസിൻ്റെ അന്വേഷണം ഒരു വഴിക്ക് പോകും, ഫോറൻസിക് അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നില്ല എന്ന് പറയും. ഇത് എത്ര വർഷങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ നീലൻ പ്രതിയായ കേസ്, മുൻ മന്ത്രി നീലൻ പ്രതിയായ കേസ് 20 വർഷത്തിന് ശേഷമാണ് തെളിവില്ല എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്താണ് നീലനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതാണ് ഇത്ര കാലതാമസം, ഈ കോടതി ഇടപെടലുകളുടെ ഈ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഇരകളെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ്.
അതാണ് ആരും മുന്നോട്ട് വരാത്തത്. പിന്നെ ഇവരുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഈ വേട്ടയാടലിൽ എന്തിനാണ് നിന്നു കൊടുക്കുന്നത് പലരും ആലോചിക്കും. അതാണ് പ്രശ്നം.